ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ എ ബി സി ആൻഡ് ഡി ആർ 4 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. എ സി ആൻഡ് ബി ഡി ഇന്റർസെക്ട് അറ്റ് ഇ സച്ച് ദാറ്റ് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബി ഇ സി എന്നുള്ള ആംഗിൾ, ബി ഇ സി ഈ ആംഗിൾ 130 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ബി ഇ സി 130 ഡിഗ്രി. ഇ സി ഡി എന്ന് പറയുമ്പോൾ ഇ സി ഡി ഈ ആംഗിൾ ആണ് എത്ര? 20 ഡിഗ്രി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബി എ സി ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ ഈ ആംഗിൾ അറിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ഒരു ആംഗിളും തന്നിട്ടില്ല. അപ്പൊ ബി എ സി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയുവാണെങ്കിൽ അത് തന്നെയായിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ബി സി എന്നുള്ള സെഗ്മെന്റ് എന്നുള്ള ആംഗിൾ ആണ് ബി ഡി സിയും ബി എ സിയും. അപ്പൊ ബി ഡി സി കിട്ടുകയാണെങ്കിൽ നമുക്ക് ബി എ സി കിട്ടും. അപ്പൊ ബി ഡി സി എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഡി സി കാണാൻ വേണ്ടി ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എല്ലാ ആംഗിളും അറിയെങ്കിൽ, അതായത് ഈ രണ്ട് ആംഗിളും അറിയുകയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ആംഗിൾ 130 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 130. അതായത് നമുക്ക് ഫസ്റ്റ് എന്താ പറയാ? ആംഗിൾ ബി ഇ സി പ്ലസ് ആംഗിൾ സി ഇ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ലീനിയർ പെയർ. അപ്പൊ നമുക്ക് ആംഗിൾ സി ഇ ഡി എന്ന് പറയുന്നത് എത്ര കിട്ടും? 180 മൈനസ് 130 ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ, ഇത് 50യും ഇത് 20യും ആണെങ്കിൽ ആംഗിൾ ബി ഡി സി എന്തായിരിക്കും? ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ബി ഡി സി സിക്കൽ, അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ആണ്. ആംഗിൾ ഡി ഇ സി ആണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ആംഗിൾ ഡി ഇ സി പ്ലസ് ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഇ ഡി അല്ലെങ്കിൽ സി ഡി ഇ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇതിൽ സി ഡി ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ സി ഡി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് ഇത് രണ്ടും, ഇത് 50യും 20യും ആണ്. 50യും 20യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 70. അപ്പോൾ 180യിൽ നിന്ന് 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 110. അതായത് ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് എത്രയാണ്? 110 ഡിഗ്രിയാണ്. ആംഗിൾ ബി ഡി സി 110 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 110 ഡിഗ്രി. അവിടെ നിങ്ങൾ എഴുതുക, അതായത് ഇങ്ങനെ എഴുതുക. ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എ സി ഈക്വൽ ടു 110 ഡിഗ്രിയാണ്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ബി എ സി എത്ര കിട്ടുന്നത്? 110 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിലിപ്പോൾ ഒരേ ആംഗിളും തരാത്തതുകൊണ്ട് ഈ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ബി എ സി. അപ്പോൾ അതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. The second question, in the following figure, O is the center of circle. BD equal to OD എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഇത് BD, ഇത് OD, അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. CD perpendicular to AB. Find angle CAB. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. CAB എന്നുള്ള ആംഗിൾ. അപ്പൊ CAB എന്നുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ABC എന്നുള്ള ട്രയാംഗിൾ. അതിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസ് നമുക്ക് അറിയുകയാണെങ്കിൽ CAB എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ AB ഡയമീറ്റർ ആണ്. AB ഡയമീറ്റർ ആണെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ആ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് തന്നിട്ടില്ല, നമ്മൾ അങ്ങനെ പറയണം. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. ആ ആംഗിൾ 90 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾ സി എ ബി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമുക്ക് തന്ന കാര്യങ്ങൾ ബി ഡി ഏതിനാണ് ഈക്വൽ? ഒ ഡിക്ക് ഈക്വൽ ആണ്. ഒ ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിലെ സെന്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അത് അതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ അത് ഏതിന് ഈക്വൽ ആണ്? ഒ ബിക്ക് ഈക്വൽ ആണ്. കാരണം റേഡിയസ് ആണ്. ഇപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഈക്വലേറ്റർ ട്രയാങ്കിൾ. ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബി ഡി ഈക്വൽ ടു ഒ ഡി ഈക്വൽ ടു ഒ ബി. നമുക്ക് ഇത് മാത്രമാണ് ഗിവൺ, അത് ഒ ബിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണ് ഒ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ, അതായത് ഒ ബി ഡി
ട്രയാങ്കിൾ ഒ ബി ഡി എന്താണ്? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആയി. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ എല്ലാ ആംഗിളും നമുക്ക് എന്ത് പറയാം? 60 ഡിഗ്രി ആണെന്ന് പറയാം. ആംഗിൾ ഒ ഡി ബി ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു ആംഗിൾ ഒ ബി ഡി ഈക്വൽ ടു 60 ഡിഗ്രി. ഇപ്പൊ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു ഹാഫ്, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്? അതിന് മുകളിലുള്ള ആംഗിൾ ഈ ഭാഗമാണ് 60 ഡിഗ്രി, അതായത് ആ ഭാഗത്തെ ആംഗിൾ എന്താന്നുള്ളത് അറിയണം. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒ ബി ഡി എന്നുള്ള ഈ ആംഗിൾ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ആംഗിൾ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണുന്നില്ലേ? എം ബി സി എന്നുള്ള ട്രയാങ്കിളും എം ബി ഡി എന്നുള്ള രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതായത് എ ബി സി എന്നുള്ള ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെന്ന് പറയുന്നു. അതായത് ഇൻ ട്രയാങ്കിൾ സി എം ബി ആൻഡ് ഏതൊക്കെ ട്രയാങ്കിൾ? എം ബി ഡി, ഈ രണ്ട് ട്രയാങ്കിളും എടുക്കുക. ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്കിപ്പോ എന്താണ് അവിടെ കോമൺ ആയിട്ടുള്ളത്? എം ബി ഈക്വൽ ടു എം ബി കോമൺ ആണ്. എം ബി ഈക്വൽ ടു എം ബി കോമൺ എന്ന് കിട്ടി. പിന്നെ എന്ത് പറയാ? നമുക്ക് ഇവിടെ നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? പെർപെൻഡിക്കുലർ എന്ന് തന്നു കഴിഞ്ഞാൽ, അതായത് സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സി എം ബി ഈക്വൽ ടു ആംഗിൾ ഡി എം ബി ഈക്വൽ ടു 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി ആയതുകൊണ്ട് ആ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയി. ഇനി ഈ സർക്കിളിൽ നിന്ന് ഇതിലേക്ക്, അതായത് ഒരു കോഡിലേക്ക് ഒരു ലൈൻ വരികയാണ്, അതിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതെന്ത് പറയാം? സി എം ഈക്വൽ ടു എം ഡി ആണ് അവിടെ. സി എം ഈക്വൽ ടു എം ഡി, പെർപെൻഡിക്കുലർ ഫ്രം സെന്റർ ടു എ കോഡ് ബൈസെക്ട് ദ കോഡാണ്. ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്, ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ റീസൺ എഴുതിയിട്ടില്ലെങ്കിൽ ഇതാണ് സി എം ഈക്വൽ ടു എം ഡി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് റൂളാണ് വരുന്നത്? രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ആണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത്. ദെർഫോർ ബൈ SAS കോൺഗ്രുവൻസി റൂൾ, SAS കോൺഗ്രുവൻസി റൂൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എം ബി ഡി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എം ബി സി. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാ സ്റ്റെപ്പും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എം ബി ഡി കോൺഗ്രുവന്റ് ടു എം ബി സി, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ആംഗിൾ ആണ് ഈക്വൽ പറയേണ്ടത്. കാരണം ഈ രണ്ട് ആംഗിളും ഈക്വൽ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ അറിയാം, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അടുത്തത് നമ്മൾ എന്ത് പറയുന്നു? ആംഗിൾ എം ബി സി ഈക്വൽ ടു ആംഗിൾ എം ബി ഡി ആയി അവിടെ ബൈ സി പി സി ടി. അപ്പൊ സി പി സി ടി നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ഈ എം ബി ഡി തന്നെയാണ് ഏത്? എം ബി ഡി 60 ഡിഗ്രി ആണ്. കാരണം ഒ ബി ഡി 60 ഡിഗ്രി ആണെങ്കിൽ എം ബി ഡിയും 60 ഡിഗ്രി ആയിരിക്കും. ഒ ബി ഡി ഈക്വൽ ടു എം ബി ഡി ആണ്. അപ്പൊ അത് 60 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എം ബി സി എന്ന് പറയുന്നത് എന്താണ് കിട്ടിയിട്ടുള്ളത്? 60 ഡിഗ്രി. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ നമ്മൾ പറയാം ഇൻ ട്രയാങ്കിൾ സി എ ബി അല്ലെങ്കിൽ എ ബി സി. എ ബി സി എന്നുള്ള ട്രയാങ്കിളിൽ നമുക്ക് ഏതൊക്കെ ആംഗിളാണ് അറിയുന്നത്? ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 60 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആണ്. അതുകൊണ്ട് അത് 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇനി എന്താണ് കാണേണ്ടത്? ആംഗിൾ സി എ ബി. അപ്പൊ ആംഗിൾ സി എ ബി എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ആംഗിൾ സം പ്രോപ്പർട്ടി എഴുതുക. അതായത് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ സി എ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ സി എ ബി എന്നുള്ള ആംഗിൾ എത്ര കിട്ടും നമുക്ക്? സി എ ബി എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 60 പ്ലസ് 90 എന്ന് പറയുന്നത് 150. 180 150 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെന്നുള്ളത്. അതായത് ആംഗിൾ സം പ്രോപ്പർട്ടി ഇത് എ ആണ്. ആംഗിൾ സം പ്രോപ്പർട്ടി ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ സി എ ബി ഈക്വൽ ടു 180 ഡിഗ്രി.
അപ്പോൾ ആംഗിൾ സി എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി എ ബി ഈക്വൽ ടു 180 മൈനസ് ഇത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് 60യും 90യും ആണ്. അപ്പോൾ ഈക്വൽ ടു 180 മൈനസ് 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ പി ക്യു ഈക്വൽ ടു പി ആർ തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ. പ്രൂവ് ദാറ്റ് പി ക്യു എസ്, ഈ ഒരു ട്രയാങ്കിൾ പി ക്യു എസ് എന്നുള്ള ട്രയാങ്കിളും പി ആർ ടി എന്നുള്ള ട്രയാങ്കിളും നമുക്ക് കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഏത് കോൺഗ്രൻസി റൂൾ ആണ് വരിക എന്നുള്ളത് നോക്കാം. ഇൻ ട്രയാങ്കിൾ പി ക്യു എസ് ആൻഡ് ട്രയാങ്കിൾ പി ആർ ടി, ഈ രണ്ട് ട്രയാങ്കിളിലും പി ആർ ടി എന്നുള്ള ട്രയാങ്കിളും പി ക്യു എസിലും നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? പി ക്യു ഈക്വൽ ടു പി ആർ ആണ്. പി ക്യു ഈക്വൽ ടു പി ആർ ഗിവൺ ആണ്. അതുപോലെ എന്തൊക്കെ പി ക്യു പി ആറിന് ഈക്വൽ ആണെങ്കിൽ തന്നെ അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ, അതും ഗിവൺ ആണ്. ഇവിടെ ഇനി വേറെ ഏതാണ് നമുക്ക് ഈക്വൽ ആയിട്ട് പറയാൻ കഴിയുക? പി ക്യു എസ് എന്ന ട്രയാങ്കിളും പി ആർ ടി എന്ന ട്രയാങ്കിളിലും എന്താണ്? ആംഗിൾ പി കോമൺ ആയിട്ടുണ്ട്. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി കോമൺ. ദെയർഫോർ ഇവിടെ ഏത് റൂളാണ് വരുന്നത്? ആംഗിൾ സൈഡ് ആംഗിൾ. അപ്പൊ ആംഗിൾ സൈഡ് ആംഗിൾ ദെയർഫോർ ബൈ ASA കോൺഗ്രൻസി റൂളിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ പി ക്യു എസ് കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ പി ആർ ടി. രണ്ടിനും പി കോമൺ ആണ്. ക്യൂ ആറിനാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പൊ എസ് ടി എന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ കോൺഗ്രൻസി പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ആംഗിളിന് കണക്കാക്കി തന്നെയാണ് എഴുതുക. ഇവിടെ ആംഗിൾ പിക്ക് ഈക്വൽ ആണ്. ക്യൂ ആറിനാണ് ഈക്വൽ ആയിട്ടുള്ളത്, എസ് ടിക്ക്. ഏത് റൂളാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. ASA കോൺഗ്രൻസി റൂളിൽ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടു സൈഡ്സ് എ ബി ബി സി ആൻഡ് മീഡിയൻ AM ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി ഈക്വൽ ടു പി ക്യു ക്യു ആർ ആൻഡ് മീഡിയൻ PN ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഷോ ദാറ്റ് ട്രയാങ്കിൾ ABM കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ PQN. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ആണ് നമുക്ക് കോൺഗ്രന്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ കോൺഗ്രന്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രൻസി റൂള് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഒന്നുമില്ലെങ്കിൽ SSS കോൺഗ്രൻസി റൂൾ, അല്ലെങ്കിൽ SAS കോൺഗ്രൻസി റൂൾ. അങ്ങനെ നമുക്ക് നോക്കാം. ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ABM എന്നുള്ള ട്രയാങ്കിളും PQN എന്നുള്ള ട്രയാങ്കിളും. അപ്പൊ നമ്മൾ ഏതൊക്കെ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്? ഇൻ ട്രയാങ്കിൾ PQN ആൻഡ് ട്രയാങ്കിൾ ABM എന്നുള്ള ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? AB ഈക്വൽ ടു റെസ്പെക്റ്റീവ്ലി ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്. AB ഈക്വൽ ടു PQ ആണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? AB PQന് ഈക്വൽ ആണ്. BC എന്ന് പറയുന്നത് QR-ന് ഈക്വൽ ആണ്. BC ആണ് QR-ന് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് AM എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ത് ചെയ്യും? ഇതിനെ ഈക്വൽ ഹാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അതായത് BM ഈക്വൽ ടു MC ആണ്. BM ഈക്വൽ ടു MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് BC എങ്ങനെ എഴുതാം? അതായത് ഇവിടെ BM എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ഓഫ് BC എന്ന് എഴുതാൻ കഴിയും. ഹാഫ് ഓഫ് BC, അതായത് BC എന്ന് പറയുന്നത് BM പ്ലസ് MC ആണ്. BC എന്ന് പറഞ്ഞാൽ BM പ്ലസ് MC ആണ്. ഈ MCയും BM ഈക്വൽ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2 ടൈംസ് BM എഴുതാം. അപ്പൊ BC is equal to 2 ടൈംസ് BM ആണെങ്കിൽ നമുക്ക് BM എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC എന്ന് എഴുതാം. BM ഈക്വൽ ടു ഹാഫ് ഓഫ് BC. അപ്പൊ BCയുടെ പകുതിയാണ് BM, അതുപോലെ QR-ന്റെ പകുതിയാണ് QN. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? ഇല്ലെങ്കിൽ BC QR-ന് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് BC is equal to ഹാഫ് ഓഫ് QR. ഇങ്ങനെ ഓർമ്മിച്ച് കഴിഞ്ഞാലും കിട്ടും. ഹാഫ് ഓഫ് BC എന്ന് പറയുന്നത് BM ആയിട്ട് എടുക്കുക, അതുപോലെ ഹാഫ് ഓഫ് QR എന്ന് പറയുന്നത് QN ആയിട്ട് എടുക്കുക. അവിടെ BM ഈക്വൽ ടു QN എന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? AM ഈക്വൽ ടു PN ആണ്. അത് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. ഇത് ഗിവൺ, ഇതും ഗിവൺ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത്? 3 സൈഡ്സും ഈക്വൽ ആണ്. ദെയർഫോർ ബൈ SSS കോൺഗ്രൻസി റൂളിൽ ട്രയാങ്കിൾ ABM കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ PQN. SSS കോൺഗ്രൻസി റൂളിൽ കോൺഗ്രന്റ് ആയി ABM കോൺഗ്രന്റ് ടു PQN എന്ന് കിട്ടി നമുക്ക്.
ഇനി അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ABC കോൺഗ്രുവന്റ് ടു PQR എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തത് AB PQന് ഈക്വൽ BM, ഹാഫ് ഓഫ് BC ഹാഫ് ഓഫ് QRന് ഈക്വൽ ആണ്. BM ഈക്വൽ ടു QN എന്ന് കിട്ടി, AM ഈക്വൽ ടു PN എന്ന് കിട്ടി. അപ്പോൾ SSS കോൺഗ്രുവൻസി റൂളിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി. അടുത്തത് ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, ആ രണ്ട് ട്രയാങ്കിളും ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, ഈ രണ്ട് ട്രയാങ്കിൾ നമുക്കിപ്പോൾ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് പറയാൻ കഴിയുക? AB ഈക്വൽ ടു PQ ആണ്, അതുപോലെ BC ഈക്വൽ ടു QR ആണ്. പിന്നെ എന്ത് പറയാം നമുക്ക്? ആംഗിൾ B, അതായത് ഈ ABM ട്രയാങ്കിൾ ABM കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ PQN ആണെങ്കിൽ നമുക്ക് അതിന്റെ ആംഗിൾ, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ബൈ CPCT. കാരണം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ B ആംഗിൾ Qന് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആണ്. റീസൺ ട്രയാങ്കിൾ ABM കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ PQN എന്ന് പറയാം. അതിന്റെ CPCT ആണ് ആംഗിൾ B ആംഗിൾ Qന് ഈക്വൽ ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു രണ്ട് ട്രയാങ്കിൾ ABCയും PQRലും AB PQന് ഈക്വൽ ആയി, ആംഗിൾ B ആംഗിൾ Qന് ഈക്വൽ ആയി, BC QRന് ഈക്വൽ ആയി. അപ്പോൾ ഏതാണ് റൂൾ വരുന്നത്? ബൈ SAS കോൺഗ്രുവൻസി റൂൾ. ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ PQR, ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ്. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.